Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പാത്രം കാലിയാവുന്ന വഴി അറിയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3/4 ഗ്ലാസ് പാലാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൈദ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്ററിൽ ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ദോശയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ദോശ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ദോശയുടെ 4 ഭാഗവും ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്വയറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാലും മറിച്ചിട്ടിട്ട് 2 ഭാഗവും മുകൾ ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കാം. ഉൾഭാഗം പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല, ബ്രെഡ് ജസ്റ്റ് പാലും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുള്ള മിക്സിൽ ഒന്ന് മുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുന്ന ദോശയുടെ ബാറ്റർ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആയത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ടാണ് ഉണ്ടാവുക. ഉൾഭാഗവും നല്ല സോഫ്റ്റാണ്. പിന്നെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് താഴ്ഭാഗം നന്നായിട്ട് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഒന്നും കൂടെ ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നാവുക. പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ചൂടോട് കൂടി തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുത്താലാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബ്രൗൺ കളറാക്കി എടുത്തിട്ട് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.